ബംഗാളിൽ എന്തുകൊണ്ടാണ് മൂന്നിൽ രണ്ടിലേറെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ബംഗാളിൽ പാർട്ടിക്ക് ഒറ്റയ്ക്കും ഐക്യമുന്നണിയായി മൂന്നിൽ രണ്ടിലേറെ ഭൂരിപക്ഷം നിയമസഭയിൽ അവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ആർക്കും അറിയത്തില്ലല്ലോ. അതുപറ്റി വ്യക്തമായി ഇന്ത്യയിലെ ഒരു പാർട്ടി മെമ്പർക്കും പറയാനാവില്ല. ബംഗാളിൽ ഉള്ളവർക്ക് അറിയാമായിരിക്കും, കേരളത്തിൽ ആർക്കറിയാം? അത് പറയുന്നില്ലല്ലോ എന്താണെന്നുള്ളത്. എന്താണ് ശരിക്കും നടന്നതെന്ന് ഇവിടുത്തെ പത്രങ്ങൾ പോലും വ്യക്തമാക്കുന്നില്ലല്ലോ. അപ്പോൾ അത് മനസ്സിലാവാത്ത കാര്യം. എന്തുകൊണ്ട് ബംഗാളിൽ അങ്ങനെ സംഭവിച്ചു? ബംഗാളിലെന്തോ വിശ്വാസക്കുറവ് വന്നല്ലോ. അവിടുത്തെ ജനങ്ങളാണല്ലോ എതിരായിട്ട് വോട്ട് ചെയ്തത്, അല്ലാതെ ടാറ്റയും പിള്ളയൊന്നും അല്ലല്ലോ. അവിടുത്തെ കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും എന്തുകൊണ്ട് അവരെ സ്വന്തം ജീവനെപ്പോലെ സ്നേഹിച്ച കമ്മ്യൂണിസ്റ്റ് CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എന്തുകൊണ്ട് വിശ്വാസമില്ലാതായി എന്ന് തുറന്നു പറഞ്ഞുള്ള രേഖകളോ ഒന്നും തന്നെ ഞാൻ കണ്ടിട്ടില്ല. ചെറുതായിട്ടൊക്കെ പറഞ്ഞു എന്നുള്ളതല്ലാതെ ഒന്നുമില്ല. ജനങ്ങളിതകന്നു എന്തു പറഞ്ഞുകൊണ്ട് കാര്യമായി? ജനങ്ങളിതകന്നുള്ള ഉറപ്പല്ല. എന്തുകൊണ്ട്? അപ്പോൾ ചില വലതുപക്ഷ പത്രങ്ങൾ പറഞ്ഞു അതവിടെ വെടിവെച്ചതുകൊണ്ടാണ്, കൃഷിക്കാരുടെ നേരെ വെടിവെച്ച് കുറച്ച് കൃഷിക്കാർ മരിച്ചു, അതുകൊണ്ടാണ്. അതും ചിലപ്പോൾ ഒരു കാരണമായിരിക്കും. പക്ഷെ ഒരു വെടിവെപ്പ് കൊണ്ട് മാത്രം അധികാരം അങ്ങ് പോകും. അപ്പോൾ തൽക്കാലം പോയാലും പിന്നെ വരുത്തില്ലേ. അപ്പോൾ പാർട്ടിയുടെ തത്വങ്ങൾക്കും പ്രഖ്യാപിത നയങ്ങൾക്കും ഇതുവരെയുള്ള അവിടുത്തെ തന്നെ കീഴ്വഴക്കങ്ങൾക്കും അവിടെ നടത്തിയ ഐതിഹാസികമായ ത്യാഗപൂർണമായ പോരാട്ടങ്ങൾക്കും ബംഗാളിൻ്റെ തന്നെ ഒരു പാരമ്പര്യം പോരാട്ടത്തിൻ്റെയാണ്. ആ പാരമ്പര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല വല്ലാതെ പോരാട്ടം നടന്നല്ലോ അവിടെ. അതിനൊക്കെ യോജിക്കാത്ത എന്തൊക്കെ അവിടെ നടന്നിട്ടുണ്ടെന്നാണ് ഞാൻ ഊഹിക്കുന്നത്. എനിക്കറിയില്ല എന്താണ്.